ഹായ് സുഹൃത്തുക്കളെ, CSEB പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. അങ്ങനെ ഫൈനലി CSEB പരീക്ഷകൾക്കായിട്ട് സിലബസ് പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാം മുൻകാലങ്ങളിലൊക്കെ പരീക്ഷകൾ നടന്നിട്ടുണ്ട്. സിലബസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു സിലബസ് ഉണ്ട് അല്ലേ, പക്ഷേ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ഈ CSEB ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുൻകാല ചോദ്യ പേപ്പറുകളൊക്കെ മനസ്സിലാക്കി ഏതൊക്കെ ഭാഗങ്ങളാണ് കോർപ്പറേഷൻ ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയാണ് ചെയ്തിരുന്നത്, ഇംഗ്ലീഷ് എന്നുള്ള കാര്യങ്ങളൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ല. ഏതൊക്കെ ഭാഗത്തുനിന്ന് ചോദ്യം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എവിടുന്ന് വേണമെങ്കിലും ചോദ്യം വരാം. പക്ഷെ അതിനൊക്കെ ഒരു വിരാമം വിട്ടുകൊണ്ട് ഇപ്പൊ PSC പോലെ തന്നെ CSEBയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സിലബസ് വന്നിട്ടുള്ളത് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, അതുപോലെ തന്നെ സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള സിലബസ് വന്നിട്ടുണ്ട്. ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള സിലബസ് ഉടനെ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ സെക്രട്ടറിയുടെ സിലബസ് നമുക്ക് നോക്കാം. ഏതാണ്ട് ഇതിന് സമാനമായിട്ട് ഇതിനേക്കാളും കുറച്ചുകൂടെ ലെവൽ താഴ്ന്നു നിൽക്കുന്ന ഒരു സിലബസ് ആയിരിക്കും ജൂനിയർ ക്ലർക്കിനും വരിക. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്, പരീക്ഷ വരാറായിട്ടേ ഉള്ളൂ, പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. പരീക്ഷയ്ക്കായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ സിലബസ്, ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഏറെ സഹായകരമാണ്. ആദ്യത്തെ ഇപ്പൊ ഇത് സെക്രട്ടറിയുടെ സിലബസ് ആണെന്ന് ഓർക്കുക, ജൂനിയർ ക്ലർക്ക് വന്നിട്ടില്ല, ഉടനെ വരും. അപ്പോൾ സെക്രട്ടറിയുടെ സിലബസിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയാൻ ജനറൽ ഇംഗ്ലീഷാണ്. 10 മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറും ഉണ്ട്, വൊക്കാബുലറി ഉണ്ട്. ഗ്രാമറിൽ തന്നെ സ്ഥിരമായിട്ട് നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വെർബ്, ടെൻസ്, പ്രിപ്പോസിഷൻസ്, കോറിലേറ്റീവ്സ്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, യൂഷ്വലി നമ്മൾ ഗ്രാമറുമായി ചേർത്ത് വെച്ച് പഠിക്കുന്ന എല്ലാ സംഗതികളും 15ഓളം ടോപ്പിക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വൊക്കാബുലറിയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ വേർഡ് ഫോർമേഷൻ, കോമ്പൗണ്ട് വേർഡ്സ്, സിംഗുലർ, പ്ലൂറൽ, ആന്റോണിംസ്, ഫ്രേസൽ വെർബ്സ്, ഇഡിയംസ് എന്നിങ്ങനെ 12ഓളം ടോപ്പിക്കുകൾ വൊക്കാബുലറിയിൽ പഠിക്കുന്നത്. അപ്പൊ ഗ്രാമറും വൊക്കാബുലറിയോട് ചേർത്ത് 10 മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ ജനറലി പഠിക്കുന്ന സംഗതി തന്നെയാണ്. അടുത്തതായിട്ട് ജനറൽ നോളജ് ആണ് രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത്. അതിനും 10 മാർക്ക്. ഈ ജനറൽ നോളജ് വാസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഹിസ്റ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് പഠിക്കണം, ഫ്രീഡം സ്ട്രഗിൾ ഓഫ് ഇന്ത്യ, ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ, റിനൈസൻസ്, പൊളിറ്റിക്കൽ ഹിസ്റ്ററി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ ഇതിനകത്ത് GKയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. 5-year പ്ലാൻസ്, എക്കണോമിക്സ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ, ഗവേണൻസ് തുടങ്ങിയ കാര്യങ്ങൾ, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കറന്റ് അഫയേഴ്സ് എല്ലാം 10 മാർക്കിന് GKയിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളിത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് സമയം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് പഠിക്കണമെങ്കിൽ, ഈ GK പഠിക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും. പക്ഷേ നമുക്ക് ടോട്ടൽ കിട്ടുന്ന എത്ര മാർക്കാണ്? 10 മാർക്കാണ്. അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റിനൊപ്പം തന്നെ അതേ പ്രാധാന്യം മാത്രമേ ഇതിന് കൊടുക്കാവൂ. ഒരുപാട് സമയം ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സബ്ജക്റ്റ് പഠിക്കാൻ സമയമില്ലാതാവും. അടുത്ത ടെസ്റ്റ് ഓഫ് റീസണിംഗ് ആണ്. റീസണിംഗിൽ 10 മാർക്കിന് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് ബേസിക് ഓപ്പറേഷൻസ്, നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ്, ഫ്രാക്ഷൻ, പെർസെന്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അങ്ങനെ കുറെ ടോപ്പിക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. പക്ഷെ ഇതെല്ലാം നമ്മൾ എന്തിനു പഠിക്കുന്ന, റീസണിംഗ് എന്നുള്ള പേരിൽ PSCക്കും അതുപോലെ തന്നെ CSEBക്കും മുൻ പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുത്തിട്ടുള്ള ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. I+ന്റെ കോഴ്സിലൊക്കെ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും I+ന്റെ കോഴ്സിൽ ജൂനിയർ ക്ലർക്ക് പരീക്ഷയ്ക്കായിട്ട് വളരെ ചെറിയ ഫീസിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ പാർട്ടാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് കോർപ്പറേഷൻ. അപ്പൊ കോർപ്പറേഷൻ ആണ് 10 മാർക്കിനാണ് കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ളത്. നേരത്തെ ഇതങ്ങ് ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഇതിനകത്ത് സ്പെസിഫൈ ചെയ്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. കോർപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ICA, എന്തൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ദെൻ ഫോറിൻ കൺട്രീസ്, ഏതൊക്കെ ഫോറിൻ കൺട്രീസിലാണ് പഠിക്കേണ്ടതെന്നുള്ളതും കൂടെ നേരത്തെ എവിടുന്നൊക്കെയോ നമ്മൾ പഠിക്കുമായിരുന്നു. ഇപ്പൊ ഇംഗ്ലണ്ട്, ജർമ്മനി, ഡെൻമാർക്ക്, ഈ 3 രാജ്യങ്ങളിലെ കോർപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഫോറിൻ കൺട്രീസുമായിട്ട് ചേർത്ത് വെച്ച്. ദെൻ എവല്യൂഷൻ ഓഫ് കോർപ്പറേറ്റീവ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ, കമ്മിറ്റീസ്, വേരിയസ് കമ്മിറ്റീസ്, അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ കോർപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫംഗ്ഷൻ ഓഫ് PACS, അങ്ങനെ NFARBB, നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ കോർപ്പറേഷനുമായി ചേർത്ത് വെച്ച് പഠിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാം കൂടെ ചേർത്ത് വെച്ച് 10 മാർക്കേ ഇതിനകത്തുള്ളൂ എന്നുള്ളതും കൂടെ ആണ്. കോർപ്പറേഷൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, എല്ലാം കൂടെ 10 മാർക്കാണ് ഉള്ളത്. ആക്ട് ആൻഡ് റൂൾസ്, കോപ്പറേറ്റീവ് ആക്ട് ആൻഡ് റൂൾസിന് പ്രാധാന്യം കൂടുതലുണ്ട്, 15 മാർക്ക് കൂടുതലുണ്ട്. അതെന്തൊക്കെയാണ്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റി റൂൾസ് 1969. കോപ്പറേറ്റീവ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവർ അരച്ചു കലക്കി കുടിക്കുന്ന ഒരു ഭാഗം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ അതിന് 15 മാർക്ക് ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എല്ലാ സെക്ഷൻസും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ബാങ്കിങ്ങിൽ നിന്ന് 20 മാർക്കാണ്. ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ, RRB, KYC, ബാങ്കിങ് റെഗുലേഷൻ ആക്ട്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ പോലെ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 7ാമത്തെ പാർട്ട് അക്കൗണ്ടിങ് ആണ്. അപ്പൊ ബാങ്കിങ്ങിന് 20 മാർക്ക്, അക്കൗണ്ടിങ്ങിന്
15 മാർക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, ലെഡ്ജർ കോസ്റ്റ് അക്കൗണ്ടിങ്, ലേബർ കോസ്റ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്, അനാലിസിസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ടിങ്ങിന്റെ കൂടെ ഓഡിറ്റും ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ സിലബസിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്, പല പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 10 മാർക്കാണ് ഓഡിറ്റിനുള്ളത്. ഓഡിറ്റിങ്ങിന്റെ കുറെ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിന്റെ പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷ 100 മാർക്കിനാക്കിയ കാര്യം നേരത്തെ തന്നെ CSEB പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് സെക്രട്ടറിയുടെ പോസ്റ്റിലേക്കുള്ളതാണ്. ഇനി ജൂനിയർ ക്ലർക്കിന്റെ പോസ്റ്റിലേക്ക് ഉടനെ തന്നെ CSEB പബ്ലിഷ് ചെയ്യും, പുതിയ സിലബസ് പബ്ലിഷ് ചെയ്യും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സിലബസിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് പഠിക്കുക, സഹകരണ ബാങ്കുകളിൽ ഏറ്റവും നല്ലൊരു ജോലി നേടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.